എന്താണ് ഈ കോമ്പോസിഷൻ സ്കീം? കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ ആരൊക്കെയാണ് എലിജിബിൾ? അങ്ങനെ ഒരുപാട് സംശയങ്ങൾ പലരുടെയും ഉള്ളിലുണ്ട്. കുറെ പേര് ഈ കോമ്പോസിഷൻ സ്കീമിനെ പറ്റിയിട്ട് ഒരുപാട് ഡൗട്ടുകൾ എന്നോട് ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത്. ഹായ്, ഞാൻ അഖില, GST പ്രാക്ടീഷണറാണ്. ഈ ചെറിയ ബിസിനസ് ഓണേഴ്സിന് വേണ്ടിയിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളതാണ് ഈ കോമ്പോസിഷൻ സ്കീം. അതായത് ഒരു ബിസിനസിന്റെ ടേൺ ഓവർ 1.5 ക്രോർസിന് താഴെയാണ് ഉള്ളത് എങ്കിൽ ആ പെർട്ടിക്കുലർ ടാക്സ് പേയേഴ്സ് കോമ്പോസിഷൻ സ്കീമിന് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ടാക്സ് പേയേഴ്സ് അവർക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റിൽ നിന്ന് 1% മാത്രമേ ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിന് പ്രത്യേകിച്ച് ടാക്സിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് റെക്കോർഡ്സിന് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി കോമ്പോസിഷൻ സ്കീമിൽ ആരൊക്കെയാണ് എലിജിബിൾ എന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയുടെ അഗ്രിഗേറ്റ് ടേൺ ഓവർ 1.5 ക്രോറിന് താഴെയുള്ള ആൾക്കാർക്ക് കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാം. പക്ഷെ അതിന് മോസ്റ്റ് ഓഫ് ദി സ്റ്റേറ്റ്സ്, അതായത് കൂടുതൽ സ്റ്റേറ്റിന് 1.5 ക്രോർ ആണ് ടേൺ ഓവർ. ചില സ്റ്റേറ്റ്സിൽ അത് ഡിഫർ ആവാൻ ചാൻസ് ഉണ്ട്. അത് ചെക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യാം. ഇനി ആരൊക്കെയാണ് ഈ കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തത് എന്ന് നോക്കാം. ചില സർവീസ് പ്രൊവൈഡർ എക്സെപ്റ്റ് റെസ്റ്റോറന്റ് നടത്തുന്ന ആൾക്കാരെ ഒഴിച്ചിട്ട് ബാക്കിയുള്ള സർവീസ് പ്രൊവൈഡേഴ്സിന് കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. വേറെ മാനുഫാക്ചേഴ്സ്, അതായത് ഈ ഐസ്ക്രീം, ടൊബാക്കോ, പാൻ മസാല അങ്ങനത്തെ മാനുഫാക്ചേഴ്സിന് ഈ കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്താലുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കസ്റ്റമറിന്റെ കയ്യിൽ ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യാൻ പറ്റില്ല. റെഗുലർ ടാക്സ് പേയേഴ്സ് എന്താണ് ചെയ്യാന്ന് വെച്ചാൽ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യുമ്പോൾ ഇത്ര സർട്ടൻ പെർസെൻറ്റേജ് ടാക്സ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ആ സെയിം അമൗണ്ടിനെയാണ് ഗവൺമെന്റിലേക്ക് ടാക്സ് പേ ചെയ്യുന്നത്. പക്ഷെ കോമ്പോസിഷൻ ടാക്സ് പേയേഴ്സ് ഒരിക്കലും കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാൻ അവർക്ക് റൈറ്റ്സ് ഇല്ല. എന്താണോ പ്രോഡക്റ്റിന്റെ പ്രൈസ് ആ പ്രൈസിന് മാത്രമേ സെൽ ചെയ്യാൻ പറ്റില്ല. വിത്തൗട്ട് ടാക്സ് പ്രോഡക്റ്റ് സെൽ ചെയ്യണം. എന്നിട്ട് അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് 1% ഗവൺമെന്റിലേക്ക് പേ ചെയ്യണം. ഇതൊക്കെയാണ് GSTയിലെ കോമ്പോസിഷൻ സ്കീം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് അടുത്ത വീഡിയോയിൽ നമുക്ക് ഒരു Q&A സെഷൻ വെക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോന്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ. ഞാൻ അതിനുള്ള ആൻസറുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി എൻ്റെ വീഡിയോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്